എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പിയെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇഫ്താർ സ്പെഷ്യൽ സ്നാക്സ് ആണ്. നോമ്പ് തുറക്കുക അല്ലെങ്കിൽ 4 മണി ചായയുടെ ഒക്കെ ഒപ്പം രാത്രി ഡിന്നറിനൊക്കെ ആണെങ്കിലും ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. അതുപോലെ തന്നെ ഇതിന് ഒരുപാട് ഓയിലും വേണ്ട, മാവൊന്നും കുഴച്ച് പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല. ഈസി ആയിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഇതിന്റെ കൂടെ തന്നെ ഞാൻ വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാൻ പറ്റിയ ഒരു ലൈം ജ്യൂസിന്റെ റെസിപ്പിയും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ ഞാനിതിലേക്ക് ഒരു 250 ഗ്രാം അളവിൽ എല്ലില്ലാത്ത ചിക്കന് നല്ലപോലെ തന്നെ ക്ലീൻ ചെയ്ത് കഴുകി ഇതുപോലെ ഈ ഒരു വലിപ്പത്തിൽ ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ചിക്കനിലേക്ക് നമുക്കൊരു 1.5 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. സാധാ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ നിങ്ങളുടെ ഒരു എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകത്തിന്റെ പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 1/4 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് വറ്റൽമുളക് ചെറിയതായിട്ട് പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് 1.5 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ്. 2 ടീസ്പൂൺ അളവിൽ നാരങ്ങ നീരും 2 ടേബിൾ സ്പൂൺ അളവിൽ തൈരും കൂടി ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നല്ലപോലെ തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ഒരു 15 to 20 മിനിറ്റ് വരെ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു മാവ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 250 ml ഈ ഒരു കപ്പിൽ 1 കപ്പ് അളവിൽ മൈദ ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു മൈദയിലേക്ക് ഒരു കോഴിമുട്ട ഇതുപോലെ പൊട്ടിച്ചൂറ്റിയതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പ് അളവിൽ നമുക്കിതിലേക്ക് പശുവിൻ പാല് ചേർത്ത് കൊടുക്കാം. പാല് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിരുന്നാണെങ്കിൽ അത് റൂം ടെമ്പറേച്ചറിൽ ഇരുന്ന് നന്നായിട്ട് അതിന് തണുപ്പ് പോയതിനു ശേഷം മാത്രം ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. പാല് ഒഴിച്ചു കൊടുത്ത അതേ അളവിൽ തന്നെ 1/2 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ ഏത് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാനാണ്. ഓയിലിന് പകരം നിങ്ങൾക്ക് നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് അത് വേണമെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കാനാണ്. ഇനി ഒരു മാവിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ല, നല്ല പോലെ തന്നെ ഈ ഒരു മാവ് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും കട്ടകൾ വരാൻ പാടില്ല കേട്ടോ. നല്ല പോലെ തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് അരച്ചിട്ടെടുക്കണം. ഇത് കണ്ടില്ല, ഇതാണ് കേട്ടോ ഈ ഒരു ബാറ്ററിന്റെ ഒരു കറക്റ്റ് പരുവം. ഒരുപാടങ്ങ് ലൂസായി പോവാതെ എന്നാൽ ഒരുപാട് കട്ടിക്കുമില്ല. ഈ ഒരു കറക്റ്റ് പാകത്തിന് വേണം നമ്മൾ മാവ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു പാനിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമ്മളൊരു 20 മിനിറ്റോളം മസാലയൊക്കെ പുരട്ടിന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കനാണിത്. ഈ ഒരു ചിക്കൻ ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് തന്നെ നല്ലപോലെ തന്നെ ഇതുപോലെ ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതുപോലെ മൂടി വെച്ച് അടച്ചു വെച്ച് കൊടുത്ത് ആ ഒരു ചിക്കൻ ഒന്ന് വേവിച്ചിട്ടെടുക്കണം. ചിക്കൻ ബ്രസ്റ്റും ആണ്. അതുപോലെ തന്നെ ചെറിയ കഷ്ണങ്ങളാക്കിയാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഏകദേശം ഒരു 10 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും തന്നെ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടും. 10 മിനിറ്റ് നമ്മൾ തുടർച്ചയായിട്ട് വെച്ച് കൊടുക്കരുത്. ഒരു 5 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു സമയം നമ്മൾ തുറന്ന് നോക്കുമ്പോഴത്തേക്കും ചിക്കനിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നല്ലപോലെ തന്നെ വീണ്ടും ഇളക്കി കൊടുത്തിട്ട് വീണ്ടും നമുക്കൊരു 5 മിനിറ്റോളം കുക്ക് ചെയ്തിട്ട് എടുക്കാം, മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട്. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റോളം ഞാനിതൊന്ന് കുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ ഒരു വെള്ളമയൊക്കെ വറ്റി നന്നായിട്ട് ഡ്രൈ ആയി നമുക്ക് കിട്ടണം. അപ്പോൾ നന്നായിട്ട് വെന്ത് ആ ഒരു വെള്ളമയൊക്കെ വറ്റി നന്നായിട്ട് ഡ്രൈ ആയി വരുന്ന ഈ ഒരു സമയത്ത് ഇതൊരു മീഡിയം വലിപ്പമുള്ള സവാള ഇതുപോലെ ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്താണ് അത് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ചെറിയൊരു ക്യാപ്സിക്കം ഇതുപോലെ ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ടെടുത്താണ്. വലിയ ക്യാപ്സിക്കം ഒക്കെ ആണെങ്കിൽ നമ്മളൊരു പകുതി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിൽ കിടന്ന ഒരു സവാളയുടെയും ക്യാപ്സിക്കത്തിൻ്റെ ഒക്കെ ഒരു പച്ച ചുവ മാറി നന്നായിട്ട് നമുക്കൊന്ന് വാടി കിട്ടണം. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റോളം നമുക്കിതൊന്ന് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്ത് കൊടുത്താണ്. ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഏകദേശം വീണ്ടും ഒരു 2-3 മിനിറ്റോളം ഒന്ന് അടച്ചു വെച്ച് ഞാനൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു സവാളയുടെയും ക്യാപ്സിക്കും ഒക്കെ നന്നായിട്ട് വാടി അതിൻ്റെ ഒരു പച്ച ചുവ ഇതുപോലെ മാറി വരുമ്പോഴത്തേക്കും ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. ഇനി ഇതുപോലൊരു പാൻ എടുക്കുക. ആ ഒരു പാനിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് തീയെ നല്ലപോലെ തന്നെ കുറച്ച് വെച്ച് കൊടുക്കണേ. തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മാവില്ലേ, ഈ ഒരു മാവിൽ നിന്ന് ഒരു തവിയോളം മാവ് ഇതുപോലെ എടുത്തിട്ട് ഇതിൻ്റെ ഒരു സെൻറ്റർ ഭാഗത്തായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ചുറ്റിച്ചിട്ട് ആ ഒരു ദോശ പരുവത്തിൽ നമ്മളൊന്ന് ആക്കിയിട്ടെടുക്കുക. ഇതുപോലെ നമ്മൾ ചുറ്റിച്ചെടുക്കുമ്പോൾ മാവ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഫില്ലാകാനുണ്ടെങ്കിൽ ഇതുപോലെ നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു ദോശ ഒരുപാട് നമ്മളങ്ങ് ക്രിസ്പി ആക്കരുത്. ഒരു സൈഡ് അത്യാവശ്യം കുക്കായി വരുമ്പോഴത്തേക്കും തന്നെ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഒരു സൈഡ് ഒന്ന് കുക്കായി വരുമ്പോഴത്തേക്കും നമുക്കിത് പാനിൽ നിന്ന് എടുത്ത് മാറ്റാനാണ്.
ഇതുപോലെ തന്നെ വീണ്ടും ഒരു പാനിൽ നന്നായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തീ നല്ലപോലെ തന്നെ കുറച്ച് വെച്ച് കൊടുക്കണേ. തീ കൂടി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മാവ് ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്കും നമുക്കിതുപോലെ ചുറ്റിച്ചെടുക്കാൻ പറ്റത്തില്ല, അതങ്ങ് ഒട്ടിപ്പിടിച്ചു പോകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഇത് കുക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. എന്നിട്ട് ഒരു സൈഡ് കുക്കായി വരുമ്പോഴത്തേക്കും ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു സൈഡും കൂടെ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇത് കണ്ടില്ല, ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്കൊരു ദോശ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇങ്ങനെ 6 ദോശ നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാൻ പറ്റും ഈ ഒരു ബാറ്ററിൽ. ഒരുപാട് കട്ടി കൂടാനും പാടില്ല, എന്നാൽ ഒരുപാട് ഇങ്ങനെ നൈസായി പോവുകയും ചെയ്യരുത്. അപ്പോൾ നല്ല കിട്ടിലും ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു ചിക്കൻ ടിക്ക മസാലയുടെ ആ ഒരു ചൂടൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഫില്ലിങ് മാത്രമായിട്ട് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. പക്ഷെ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റിന് ആ ഒരു ചീസൊക്കെ ഇഷ്ടമാണെങ്കിൽ 1 കപ്പ് അളവിൽ ഇതുപോലെ മൊസറല്ല ചീസ് എടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറിയതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി. ചീസ് ഇടാതെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കിയിട്ട് എടുക്കാം കേട്ടോ. ആ ഒരു ചിക്കൻ്റെ ഒരു മസാല മാത്രം വെച്ചിട്ട് ഇനി ഇതുപോലൊരു പാത്രത്തിൽ കുറച്ച് മൈദ എടുക്കുക. ആ ഒരു മൈദയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു പേസ്റ്റ് പരുവത്തിൽ നമുക്കൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഒട്ടും തന്നെ കട്ടകളില്ലാതെ ഈ ഒരു പരുവത്തിന് മിക്സ് ചെയ്തിട്ട് ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ദോശ ഒരെണ്ണം ഇതുപോലെ എടുക്കുക. ഇനി ഇതിൻ്റെ ഈ ഒരു സെൻറ്റർ ഭാഗത്തായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കാം. ആ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഇതുപോലെ ഫില്ലിങ് നമ്മളൊന്ന് കറക്റ്റായിട്ടൊന്ന് ലെവലാക്കി കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഈ ഒരു അറ്റം എടുത്തിട്ടൊന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അറ്റത്തായിട്ട് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു മൈദയുടെ ഒരു പേസ്റ്റില്ലേ, അത് നന്നായിട്ട് ഇതുള്ളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഈ ഒരു അറ്റം എടുത്തിട്ട് അതിലേക്ക് നമുക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു 2 സൈഡിലായിട്ടും ആ ഒരു മൈദയുടെ ഒരു പേസ്റ്റ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കട്ടെ. ഇതുപോലെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഇതുള്ളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇതുപോലെ ഒരു 2 സൈഡിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ നമ്മളൊന്ന് മടക്കിയിട്ടെടുത്താൽ മാത്രം മതി. എന്നിട്ട് പതിയെ ഒന്ന് പ്രസ് ചെയ്തൊന്ന് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. ഒരുപാട് ബലത്തിലങ്ങ് പ്രസ് ചെയ്യേണ്ട, പതിയെ ഇതുപോലെ പ്രസ് ചെയ്തൊന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി. ഇത് കണ്ടില്ലേ, ഇത്രേ ഉള്ളൂ. ഇതുപോലെ ഈ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ ബാക്കിയുള്ളതെല്ലാം നമുക്കൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. അതുപോലെ തന്നെ നമ്മളിതിലേക്ക് ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കുമ്പം ചിക്കൻ ഒരുപാട് വലിപ്പം ഉണ്ടെങ്കിൽ ഇത് പൊട്ടിപ്പോകും കേട്ടോ. അപ്പോൾ ചിക്കൻ നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കുമ്പോൾ ഒരുപാട് വലുപ്പത്തിലല്ലാതെ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇത് കണ്ടില്ല, ഒരു 6 എണ്ണത്തിലും ഫില്ലിങ് വെച്ച് കൊടുത്ത് ഇതുപോലെ ഞാനൊന്ന് മടക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ചെറിയതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മാത്രം മതി. ഇത് നമ്മൾ ഒരുപാട് ഓയിൽ ഒഴിച്ച് കൊടുത്ത് പൊരിച്ചിട്ടെടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും 1-2 ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് ചെറിയതായിട്ട് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി. അതുപോലെ തന്നെ ഇത് ഒരുപാട് നമ്മൾ തീ കൂട്ടി വെച്ച് കൊടുക്കരുത് കേട്ടോ, പെട്ടെന്ന് ഇതങ്ങ് കരിഞ്ഞു പോകും. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് 2 സൈഡ് നല്ലപോലെ തന്നെ നമുക്കൊന്ന് മൊരിച്ചിട്ടെടുക്കാം. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു സൈഡും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മൊരിച്ചിട്ടെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, തീ നമ്മൾ ഒരുപാട് കൂട്ടിയിട്ട് കൊടുക്കരുത്. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു 2 സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഒരു ഫില്ലിങ്ങിൽ ചീസ് മിക്സ് ചെയ്തിട്ടുണ്ട്. ചീസ് നന്നായിട്ട് തന്നെ നമുക്ക് ആ ഒരു സമയം കൊണ്ട് മെൽറ്റായി വരും. അപ്പോൾ ഇത് കണ്ടില്ല, ആ ഒരു സൈഡ് നല്ലപോലെ തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു ഓയിലിനകത്തുനിന്ന് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ഒരു 4 എണ്ണം നല്ലപോലെ തന്നെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ല, നല്ല കിട്ടിയിലും ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു ചിക്കൻ ടിക്ക ക്രേപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കിട്ടിയിലും ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാനിത് നിങ്ങളൊന്ന് കട്ട് ചെയ്തും കൂടി കാണിച്ചു തരാം. ഇത് കണ്ടില്ല, ഉള്ളിൽ ഒരു ചീസൊക്കെ ആണെങ്കിൽ നന്നായിട്ട് മെൽറ്റായി നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ചീസ് വേണമെങ്കിൽ ഈ ഒരു ഫില്ലിങ് മാത്രം വെച്ചിട്ടും ചെയ്തിട്ടെടുക്കാവുന്നതാണ് കേട്ടോ. ചീസും കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കഴിക്കുന്ന സമയത്ത്. അതുപോലെ തന്നെ നമ്മൾ ഇതുപോലുള്ള സ്നാക്സുകൾ ഒരുപാടങ്ങ് തണുത്തൊന്നും പോകാതെ ആ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് അറിയുന്നത്. അപ്പോൾ നിങ്ങളിത് സെർവ് ചെയ്യുന്ന സമയത്ത് ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ സെർവ് ചെയ്യുക. കൂടാതെ ഇതിൻ്റെ കൂടെ തന്നെ നോമ്പൊക്കെ മുറിക്കുന്ന സമയത്ത് നമുക്ക് വളരെ പെട്ടെന്ന് റെഡിയാക്കിയിട്ട് എടുക്കാൻ പറ്റിയ മിൻറ്റ് ലൈമിൻ്റെ റെസിപ്പിയും കൂടെ കാണിക്കുന്നുണ്ട്. അതിനായിട്ട് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ പുതിനയില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വളരെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഇതുണ്ടല്ലോ ഈ ഒരു ചെറിയൊരു പീസ് മുളകും കൂടി ഇട്ട് കൊടുക്കുകയാണ്. മുളകൊന്നും കൂടി പോകരുത് കേട്ടോ, ചെറിയൊരു പീസ് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് തീരെ ചെറിയൊരു ഏലക്കായും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഏലക്കയുടെ ഒരു ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഈ ഒരു മീഡിയം വലിപ്പമുള്ള നാരങ്ങയുടെ നീര് മുഴുവനായിട്ടൊന്ന് പിഴിഞ്ഞിട്ടെടുക്കുക. ആ ഒരു നാരങ്ങയുടെ നീരും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 നുള്ളു ഉപ്പും
ഈ ഒരു നാരങ്ങ വെള്ളത്തിന് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 2 ഗ്ലാസ് അളവിൽ തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2-3 ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിത് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു അരിപ്പയിലേക്ക് ഊറ്റി ഇതിലൊന്ന് അരിച്ചിട്ടെടുക്കണം കേട്ടോ. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരു മിന്റ് ലൈമിന്റെ മധുരം നോക്കിയിട്ട് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാനാണ്. ഇനി ഇതുപോലൊരു ഗ്ലാസ്സിലേക്ക് നമുക്ക് ഒരു 1-2 ടീസ്പൂണോളം കസ്കസ് വെള്ളത്തിൽ കുതിർത്തതൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അഥവാ കസ്കസ് ഇല്ലെങ്കിൽ ഒഴിവാക്കാനാണ്. അതിനുശേഷം ഇതിലേക്ക് ഒരു 5-6 ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുത്തിട്ട് ആ ഒരു മിന്റ് ലൈം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു മിന്റ് ലൈമും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതും പലർക്കും അറിയാവുന്നൊരു റെസിപ്പി തന്നെ ആയിരിക്കും. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചിക്കൻ ടിക്ക ക്രേപ്പും അതുപോലെ തന്നെ ഈ ഒരു മിന്റ് ലൈമും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഒരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.